ഞാനിങ്ങനെ മാക്കിരുന്ന് തിന്നത് എന്താ നിങ്ങൾക്ക് അറിയോ ഗൈസ്? നമ്മളെ പൊതിച്ചോറാണ് കേട്ടോ. അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നാവിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു വർഷത്തോളമായി ഞാനും അമ്മ ഇങ്ങനെ പറയുന്ന ഒരു പൊതിച്ചോറ് വേണമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും റെസിപ്പിയും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയി കാണണം കേട്ടോ. അപ്പം നല്ല മെഴുക്ക് പുരട്ടിയും ഉപ്പേരിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും കൂന്തൽ ഫ്രൈയും കൂന്തൽ തല പൊരിച്ചത് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് കെട്ടി പൊതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നീണ്ട 1 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ക്ഷമയൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ പൊതിച്ചോറൊക്കെ എടുത്തു കേട്ടോ. പറയാൻ വാക്കുകളില്ല ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ആ ചോറിലേക്ക് ഇലേൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആയപ്പോൾ ഇപ്പോഴും നാവിലിങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. തൃപ്തിയായ ദിവസമായിരുന്നു കേട്ടോ.